പത്രം മറിച്ചു നോക്കി, എന്റെ മാത്രം പേരില്ല. പത്രാധിപരെ വിളിച്ചു നോക്കി. നാളെയെങ്കിലും ഒരു ന്യൂസ് കൊടുത്തെന്നെ ആളാക്കുവാൻ കനിയണം പൊന്നു സാറ്. നമസ്കാരം. ഈ കവിത ചൊല്ലുന്ന പേട്ട് കവിയെ കണ്ടിട്ട് എടാ ദാസ ഏതായി അലവലാതി എന്ന് വിജയൻ ചോദിച്ച പോലെ ചോദിക്കരുത്. ഇതാണ് എൽദോ. ആള് പെരുമ്പാവൂർക്കാരനാണ്. നൃത്തം ചെയ്യും എൽദോ. ഏപ്രിൽ മാസം 24-ാം തീയതി എൽദോയ്ക്കെതിരെ പീഡനക്കേസിൽ കുറ്റപത്രം കൊടുക്കുമെന്നാണ് ഏഷ്യാനെറ്റിൽ കേട്ടത്. കോൺഗ്രസ് വക 2 കോഴികളാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് വിൻസെന്റും മറ്റൊന്ന് എൽദോസ് കുന്നപ്പിള്ളിയും. ഇവർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് മുകേഷിനെ പറ്റി ഒരു അക്ഷരം പോലും നിയമസഭയിൽ മിണ്ടാതിരുന്നത്. പെരുമ്പാവൂരിനെ 2 തവണ സേവിച്ച എൽദോയ്ക്ക് ഇത്തവണ സീറ്റ് കൊടുക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു. അതറിഞ്ഞ് എൽദോയോട് ആരോ പറഞ്ഞു, എടാ എൽദോ വിട്ടോടാ ദില്ലിക്ക്. അവിടെ ചെന്ന് ആരെയൊക്കെയോ കണ്ട് തിരിച്ചു വന്ന എൽദോ പറഞ്ഞത് തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാകും എന്നും കേന്ദ്രം കൈവിടില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ കല്ല് മൂലയ്ക്കുമില്ല മൂത്രത്തിലുമില്ല എന്ന അവസ്ഥയിലായി. നെഞ്ചു കവരുന്നു പിഞ്ചു നേതാക്കൾ. ഇന്നലെ ചെയ്ത വീരപ്രവൃത്തികൾ ഇന്നിതാ ധീരമൃത്യുവായി ഫേസ്ബുക്ക് കമന്റുകൾ. എന്തായാലും പെരുമ്പാവൂരിന്റെ ലിസ്റ്റിൽ നിന്നും എൽദോ പുറത്തായി. അതോടെ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഈ എൽദോ. എനിക്ക് സീറ്റ് നിഷേധിച്ചതിന് കാരണക്കാരൻ VD സതീശനാണ്. വേണ്ടി വന്നാൽ സതീശനെതിരെ ഞാൻ പറവൂരിൽ മത്സരിക്കും. കൊള്ളാമല്ലോ ഭീഷണി. അപ്പോൾ എൽദോ മത്സരിക്കുന്നത് ജയിക്കാനല്ല, പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാനാണ്. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കണം. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ ഹൃദയത്തിലാണ്, ജനങ്ങൾ എൻ്റെ ഹൃദയത്തിലാണ് എന്നൊക്കെ. ഈ പെണ്ണുപിടിയന്മാരൊക്കെ എങ്ങനെയാണ് ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ താമസം തുടങ്ങിയത്? എന്നെ നിർത്തിയാൽ 15,000 വോട്ടിന് ഞാൻ ജയിച്ചു കാണിക്കാൻ പോലും. ഒരധ്യാപികയെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിലാണ് എൽദോയ്ക്കെതിരെ കേസുള്ളത്. ഇങ്ങനെ ഒരുത്തനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ വകതിരിവും മര്യാദയുമുള്ള അണികൾ ആ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? ഏത് പീഡനവീരനെയും തോളിൽ ചുമക്കാൻ ആഗ്രഹിക്കുന്ന കുറേയേറെ കോമാളികളുണ്ട് എവിടെയും. എൽദോയ്ക്ക് പിന്തുണയുമായി അവരിങ്ങനെ നിൽക്കുകയാണ്. 10 വർഷം MLA ആയിട്ടിരുന്ന പുള്ളിയാണ്. ജനത്തെ സേവിച്ചിട്ട് തൃപ്തി പോരാ. എനിക്ക് ഇനിയും ബലാത്സംഗം ചെയ്യണമെങ്കിൽ MLA പദവി വേണമെന്ന വാശിയിലാണ് ഈ എൽദോ. ഇയാൾ ഇപ്പോഴും ചോദിക്കുന്നത് എനിക്ക് എന്ത് കുറവാണ് ഉള്ളതെന്നാണ്. തനിക്ക് ചിലത് അല്പം കൂടുതലാണെന്ന് പറഞ്ഞു കൊടുക്കാനും ആളില്ല. കുറേ കാലം ഒളിവിലായിരുന്നു ഈ വിദ്വാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിക്കാതിരുന്നത് കൊണ്ടും CPMനെ വാക്കുകൊണ്ട് വീക്കാതിരുന്നത് കൊണ്ടും മരമുറിക്കാരൻ്റെ ചാനലും DYFIക്കാരും ഒന്നും വേട്ടയാടിയില്ല എന്ന് മാത്രം. ഇത്തരം ഞരമ്പ് രോഗികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത VD സതീശനാണ് ഇപ്പോൾ എല്ലാത്തിനും കുറ്റക്കാരൻ. നമ്മൾ കാണേണ്ടതൊന്നുണ്ട്. ചെന്നിത്തലയുടെ അടുത്തയാളാണ് ഈ എൽദോ. ചെന്നിത്തലയാണ് ഇയാളെ പിരികയറ്റി വിടുന്നത്. പരവൂരിൽ ചെന്ന് മത്സരിക്കുമെന്നാണ് എൽദോയുടെ ഭീഷണി. അപ്പോൾ ചെന്നിത്തല പറഞ്ഞു പോലും, അനിയാ എൽദോ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഈ കണ്ട കോലുവപ്പെല്ലാം നടത്തുന്നത് ഉസ്മാനായി അവതരിച്ച ചെന്നിത്തലയാണ്. MPമാർക്കൊന്നും സീറ്റ് വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ച് ഇവിടെ നിന്നും ചെന്നിത്തലയും സതീശനും കൂടി വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ സുധാകരന് സീറ്റ് വേണം. എന്നാൽ എടുത്ത തീരുമാനപ്രകാരം സതീശൻ അതിനെ എതിർത്തു. പക്ഷേ ഒതുക്കത്തിലൊരു പണി ഒപ്പിച്ചു ഈ ചെന്നിത്തല. കണ്ണൂരിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആളല്ലേ, ഒരു സീറ്റ് കൊടുക്കാമെന്നായി. AK ആൻ്റണിയെയും കൂട്ടുപിടിച്ചു. അതോടെ സുധാകരൻ്റെ ശത്രുത സതീശന് നേരെയായി. അതുപോലെയാണ് INTUC നേതാവായ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. കശുവണ്ടി കൊള്ളക്കേസിൽ CBI അഴിമതിക്കാരനെന്ന് കണ്ടെത്തിയ ചന്ദ്രശേഖരന് സീറ്റിനായി വാദിക്കുന്നത് ചെന്നിത്തലയാണ്. ഈ ചന്ദ്രശേഖരൻ പിണറായി വിജയൻ്റെയും ഉറ്റ ചങ്ങാതിയാണ്. ആശാസമരത്തിൽ ഇയാൾ സർക്കാരിനൊപ്പമായിരുന്നു. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിച്ചാൽ എന്തിനാണ് പിണറായി സർക്കാർ അതിനെ എതിർക്കുന്നത്? INTUCക്കാരനായ ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ചെന്നിത്തല താറും പാഞ്ചി നടക്കുന്നത്. അപ്പോൾ ശരിക്കും കള്ളൻ ഈ ചെന്നിത്തലയല്ലേ? കരിമണൽ കർത്താവിൻ്റെ മാസപ്പടി ഡയറിയിൽ PV എന്ന പിണറായി വിജയൻ്റെ താഴെ സ്ഥാനം പിടിച്ചയാളാണ് RC എന്ന രമേശ് ചെന്നിത്തല. UDF അധികാരത്തിൽ വന്നാൽ MLAമാരുടെ പിന്തുണ നേടുക എന്നൊരു കടമ്പയുണ്ട്. അത് തനിക്ക് അനുകൂലമാക്കാനുള്ള പണിയാണ് ചെന്നിത്തല ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖരനെയും എൽദോയെയും K സുധാകരനെയും അബിൻ വർക്കിയെയും ഇപ്പോൾ തന്നെ കൂടെ നിർത്തിക്കഴിഞ്ഞു. സതീശൻ ഭയക്കേണ്ടത് KC അല്ല, പിണറായി പറഞ്ഞ പോലെ 8 അട്ടിവെച്ച പോലെയുള്ള ആ മനുഷ്യനെയാണ്. അയാൾ കാവടിയെടുക്കും. നടേശനെ വാഴ്ത്തും, പിണറായിയെ പിണക്കില്ല. നിലപാടും തേങ്ങാക്കുലയുമായി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ ഓർത്തുവെച്ചോ, ഈ ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളില്ല. സുകുമാരൻ നായരുടെ മുറ്റത്ത് മണ്ണുവാരി കളിച്ച കുട്ടിയാണ്. നടേശൻ്റെ ഗുഡ് ബുക്കിൽ കയറിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കൂടെ നിർത്താനും അറിയാം.
കരുണാകരനെ പിന്നിൽ നിന്നും കുത്തിയ പുള്ളിയാണ്. അബിൻ വർക്കിയും ചെന്നിത്തലയുടെ ആളാണ്. നീതിയും നിലപാടും ഒന്നുമല്ല സതീശ ഇന്നത്തെ രാഷ്ട്രീയം. പണ്ട് ഹരിത MLA-മാരെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പേരുദോഷം നിങ്ങൾ കേട്ടു. പുലർച്ചെ 3 മണി വരെയൊക്കെയാണ് ദില്ലിയിലെ ചർച്ച. തെങ്ങിന് തടം കോരിയതുപോലെയാണ് നേതാക്കന്മാരുടെ കൺപോള. ഈ ക്ണാപ്പന്മാരൊക്കെ ഏത് പൊനത്തിൽ പോയി കിടക്കുകയായിരുന്നു ഇന്നലെ വരെ. രാഹുലിനും പ്രിയങ്കയ്ക്കും ജയിക്കാൻ പോലും കേരളം വേണം. ഇവിടെ നടക്കുന്ന അവസാന പ്രതീക്ഷയായ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഒരുക്കങ്ങൾ നടത്താനും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും നിയന്ത്രിക്കാനും അവർക്ക് ബാധ്യതയില്ലേ? വെള്ളയും ഇട്ട് നെയ്ക്കുമ്പളങ്ങ പോലുള്ള ശരീരവും പ്രദർശനത്തിന് വെച്ച് നടക്കുകയാണ് കുറേ കോൺഗ്രസ് നേതാക്കൾ. അടൂർ പ്രകാശ് പറയുന്നത് എനിക്കും വേണം സീറ്റെന്നാണ്. ഇല്ലെങ്കിൽ കോന്നിയിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അനുഭവിച്ചു കൊള്ളണമത്രേ. കോന്നിയിൽ എന്താ കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാകുമോ പ്രകാശ് സാറ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ? ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകർ ഒരു ചീനവാഴയ്ക്കയും പ്രതീക്ഷിക്കുന്നില്ല. കാണുമ്പോൾ ഒന്ന് പേര് വിളിക്കുക, കൈപൊക്കി കാണിച്ച് അഭിവാദ്യം ചെയ്യുക, ഇത്രയേ വേണ്ടൂ അവർക്ക്. ഭരണത്തിൽ കയറി തൊട്ടു നക്കാൻ മോഹമുള്ളവരും ശിങ്കിടികളും വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഓണത്തിന് മാവേലിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും പോലെ ആന്റണിയെ ഓലക്കുടയും പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുതിർന്ന നേതാവ് അവതരിക്കും. ചില്ലറയല്ല കേരളത്തിലെ കോൺഗ്രസിനെ ആന്റണിയും കരുണാകരനും ഉമ്മൻചാണ്ടിയും കൂടി ഗ്രൂപ്പ് കളിച്ച് മുടിച്ച് തേച്ച് കഴുകിയത്. മക്കളെ BJPക്ക് ദാനം ചെയ്ത മഹാനുഭാവനാണ് അറക്കൽ പറമ്പിൽ ആന്റണി. KC വേണുഗോപാൽ അടുക്കളകളിൽ കയറി വല്ലവൻ്റെയും അടുപ്പത്ത് കിടക്കുന്ന മീൻകറിക്ക് ഉപ്പ് നോക്കുന്ന സമയത്തിന് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതിരുന്നത്? തമ്മിലടിക്കുന്ന ഈ കോൺഗ്രസ് എന്ന കാലന്മാരെക്കാൾ കാലകാലനായ പിണറായി തന്നെയാണ് നല്ലതെന്ന് ജനം പറഞ്ഞു തുടങ്ങി. K. സുധാകരൻ എൻ്റെ വഴി നോക്കുമെന്ന് പറഞ്ഞതോടെ താമരമാലയ്ക്ക് ഓർഡർ ചെയ്ത BJPക്കാരൻ്റെ അവസ്ഥയാണ് അതിലും ഭീകരം. സുധാകരനെ എന്ത് വിശ്വസിച്ച് ഇനി കോൺഗ്രസ്സുകാർ വിജയിപ്പിക്കും? സീറ്റ് കിട്ടിയില്ലെങ്കിൽ തീർന്നു കോൺഗ്രസിലെ രക്തസാക്ഷികളോടുള്ള ഇഷ്ടമൊക്കെ. പിച്ചും പേയും പറയുന്ന പ്രായത്തിലെങ്കിലും പരിപാടി നിർത്തണ്ടേ സുധാകര? ഇതിലും വലിയ വിസ്മയമാണ് സതീശൻ ഇനി ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ അതൊന്നും സഹിക്കാൻ ത്രാണിയില്ല. സതീശനെ വനവാസത്തിന് അയക്കുന്നത് പിണറായി വിജയനോ CPM-ഓ ആയിരിക്കില്ല, നിങ്ങളുടെ പാർട്ടി തന്നെ ആയിരിക്കും.